1988 പ്രസിദ്ധീകരിച്ച തോമസ് ഹാരിസന്റെ സൈക്കോളജിക്കൽ ത്രില്ലർ നോവലാണ് ദി സൈലൻസ് ഓഫ് ദി ലാംബ്. ഒരു സീരിയൽ കില്ലറെ പിടികൂടാൻ തടവിലാക്കപ്പെട്ട മറ്റൊരു സീരിയൽ കില്ലറായ ഡോക്ടർ ഹാനിബാലിന്റെ സഹായം തേടുന്ന FBI ഏജന്റ് കഥയായാണ് ചിത്രം പുരോഗമിക്കുന്നത്. ഡോക്ടർ ഹാനിബാലുമായി അഭിമുഖം നടത്താൻ FBIയുടെ ബിഹേവിയറൽ സയൻസ് യൂണിറ്റ് മേധാവി ജാക്ക് ക്രോഫോർഡ് ക്ലാരിസിനെ വിളിച്ചു വരുത്തുന്നതോടെയാണ് സിനിമ ആരംഭിക്കുന്നത്. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയും ചർമ്മത്തിന്റെ തൊലി നീക്കം ചെയ്ത് അവരുടെ മൃതദേഹങ്ങൾ നദിയിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ബഫല്ലോ ബില്ലിന്റെ കേസ് പരിഹരിക്കാൻ ഹാനിബാലിന്റെ ഉൾക്കാഴ്ചകൾ സഹായിക്കുമെന്ന് ക്രോഫോർഡ് വിശ്വസിക്കുന്നു. ബുദ്ധിശക്തിക്കും കൃത്രിമ സ്വഭാവത്തിനും പേരുകേട്ട ഡോക്ടർ ഹാനിബാൽ ക്ലാരിസിനെ സഹായിക്കാൻ സമ്മതിക്കുന്നു. പക്ഷേ അവൾ തന്നെക്കുറിച്ച് വ്യക്തിഗത വിവരങ്ങൾ പകരമായി വെളിപ്പെടുത്തിയാൽ മാത്രം എന്ന ഉപാധിയോടെ. ഹാനിബാലുമായുള്ള ക്ലാരിസിന്റെ ഇടപെടലുകൾ കൂടുതൽ സങ്കീർണമായി തീരുന്നു. കാരണം അദ്ദേഹം തന്റെ തീക്ഷ്ണമായ ബുദ്ധിശക്തിയും മാനസിക ഉൾക്കാഴ്ചയും ഉപയോഗിച്ച് അവളെ വശീകരിക്കാൻ ശ്രമിക്കുന്നു. അതേസമയം ബഫല്ലോ ബില്ലിന്റെ അസ്വസ്ഥമായ മാനസികാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുകയും കൊലയാളിയുടെ ഐഡന്റിറ്റിയിലേക്ക് നയിക്കുന്ന സൂചനകൾ കണ്ടെത്തുകയും ചെയ്തുകൊണ്ട് ക്ലാരിസിന്റെ കേസ് അന്വേഷണം പുരോഗമിക്കുന്നു. ബഫല്ലോ ബില്ലിൽ നിന്നും നിഗൂഢനായ ഡോക്ടർ ഹാനിബാലിൽ നിന്നും അപകടം നേരിടുന്ന ക്ലാരിസ് വേട്ടക്കാരനും ഇരിക്കുമിടയിൽ കാറ്റ് ആൻഡ് മൗസ് പ്ലേക്ക് വിധേയമാവുന്നു. ക്ലാരിസ് ബഫല്ലോ ബില്ലിനെ അയാളുടെ സങ്കേതത്തിൽ വെച്ച് നേരിടുകയും അയാളുടെ ഏറ്റവും പുതിയ ഇരയായ കാതറിൻ മാർട്ടിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതേസമയം അനിശ്ചിതത്വത്തിന്റെയും ഗൂഢാലോചനയുടെയും ഒരു പദ്ധതിയൊരുക്കി ഡോക്ടർ ഹാനിബാൽ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുന്നു. ശരീരം മരവിപ്പിക്കുന്ന അന്തരീക്ഷം, സങ്കീർണമായ കഥാപാത്രങ്ങൾ, മാനസികാഴം എന്നിവയാൽ പ്രേക്ഷകരെ മുൾമുനിൽ നിർത്തുന്ന ആകർഷകമായ ഒരു കഥയാണ് ദി സൈലൻസ് ഓഫ് ദി ലാംബ്. ക്ലാരിസ് സ്റ്റാർലിംഗായി ജോഡി ഫോസ്റ്ററും ഡോക്ടർ ഹാനിബാൽ ലെക്ടറായി ആന്റണി ഹോപ്കിൻസും അഭിനയിച്ച ഈ ചിത്രം മികച്ച ചിത്രം ഉൾപ്പെടെ ഒന്നിലധികം അക്കാദമി അവാർഡുകൾ നേടി.